ഇതാണ് മക്കളെ നമ്മുടെ കഥയിലെ വില്ലൻ സ്റ്റീഫൻ. ഈ മഹാനാണ് ഡ്രഗ്സ് ഇല്ലീഗലായി ഇമ്പോർട്ട് ചെയ്യുന്നത്. ഹെറോയിൻ, കെറ്റമിൻ, കൊക്കെയിൻ, റോഹിപ്നോൾ, അങ്ങനെ പല തരത്തിലുള്ള ഡ്രഗ്സ് ആണ് ഇയാൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇയാളെ ഞാൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്കും തോന്നിയോ? എനിക്കും തോന്നി ഇയാളെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇയാളെയോ? അതിനൊരു വഴിയും ഇല്ല. എന്നാലും അതല്ലടാ, എനിക്ക് നല്ല പരിചയം. അത് ഞാൻ പിന്നെ ആലോചിച്ചോളാം, നീ ബാക്കി പറ. ഭദ്രൻ നിനക്ക് ആരുടെ നമ്പർ തന്നില്ലായിരുന്നു? വൺ മിസ്റ്റർ ആയുഷ്. തന്നു. ഞാൻ വിളിച്ചു ചോദിക്കാം അദ്ദേഹം ഫ്രീ ആയോ എന്ന്. എന്നാ നീ സാമ്പിൾ കൊണ്ടുവയ്ക്കോ. കൗതുകം മൂത്ത് എടുത്ത് തിന്നുകയോ മണക്കുകയോ ചെയ്തേക്കരുത്. അത്രയ്ക്കും ബുദ്ധിയില്ലാത്തവളാണ് ഈ ദാന എന്ന് നീ കരുതിയോ? അതുകൊണ്ടാ പറഞ്ഞത്, മണ്ടത്തരം കാണിക്കരുത്. ഇതെന്നാ ഡോറ് തുറക്കാത്തെ? ബണ്ടി ബണ്ടി, ഇവനെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കിയോ? എക്സ്ക്യൂസ് മീ, ഇത് തരാൻ പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ ആളോ? ഐ ഡോണ്ട് നോ, ഇത് മാത്രം തരാനേ പറഞ്ഞുള്ളൂ. താങ്ക് യു. വിളിക്ക്, എന്റെ കോള് ഞാൻ എടുക്കുകയല്ല. ഇവൻ എന്താ കോൾ എടുക്കാതെ? ബണ്ണി വേറെ അറിയോ? ഹലോ ചേച്ചി, ബണ്ണി അവിടെ ഉണ്ടോ? ഒന്നുമില്ല, അറിയാൻ ചോദിച്ചതാ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇണങ്ങി പോയേക്കുവാ. നിന്റെ ദേഷ്യമൊക്കെ ഞാൻ മാറ്റിത്തരാം മോളെ. ഹലോ, ഞങ്ങളോട് പറഞ്ഞ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടാ ഞങ്ങൾ വരേണ്ടത്? നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. Excuse me, are you Miss Dana? Yes. Hi, I'm Dushantan Sandroth. Hi, I'm Ayush. I'm Aksa. Nice to meet you. Nice to meet you guys. എൻ്റെ കൂടെ പോന്നോളൂ. സാമ്പിള് കൊണ്ടുവന്നെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാ. ഇത് കുറച്ച് സമയം എടുക്കും. നിങ്ങൾ വേണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ. ഈ ഡ്രഗ്സ് റൊഹിപ്നോൾ ആണ്, ഓൾസോ നോൺ ആസ് റൂഫീസ്. റേപ്പ് ഡ്രഗ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, ഇതൊരു സെലക്റ്റീവ് ഹിപ്നോട്ടിക് ഡ്രഗ്സ് ആണ്. ഇത് ആർക്കെങ്കിലും ഡ്രിങ്ക്സിലോ മറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയില്ല. റൊഹിപ്നോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അതിൻ്റെ പ്രഭാവം അനുഭവപ്പെടും. അതായത് ബോധക്ഷയം ഉണ്ടാകാം, സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോകാം, അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയും. റൊഹിപ്നോൾ ഹാസ് നോ മെഡിക്കൽ യൂസ് ആൻഡ് ഈസ് നോട്ട് അപ്രൂവ്ഡ് ഫോർ സെയിൽ ഓർ യൂസ് ഇൻ മെനി കൺട്രീസ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ റിപ്പോർട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. എടാ, ധനയും ഫ്രണ്ട്സും വന്നിരുന്നു. ഡ്രഗ്സിന്റെ സാമ്പിളായിട്ടാണ് വന്നത്. അവർക്കത് എങ്ങനെ കിട്ടി? അതാ സ്റ്റീഫന്റെ ഇടനിലക്കാരനായ മാത്യുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അതൊക്കെ എങ്ങനെ? കൊള്ളാല്ലേ അവര്. പിന്നെ കൊള്ളുകയൊക്കെ ചെയ്യും. നമുക്ക് നല്ല തലവേദനയാകുമെന്നേ ഉള്ളൂ. എന്റെ ശകുൻ എന്താ മൂകമായി ഇരിക്കുന്നത്? അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. ഞാൻ ആലോചിക്കുകയായിരുന്നു, സ്റ്റുഡൻസിലെ കുറച്ച് ഗേൾസ് സൂസൈഡ് ചെയ്തില്ലേ, അവരെയൊക്കെ ഇവര് റേപ്പ് ചെയ്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോൾ വേറെ വഴിയില്ലാതെ സൂസൈഡ് ചെയ്തതാകും. നിങ്ങൾക്ക് സ്റ്റുഡൻസ് നടത്തുന്ന ഒരു പാർട്ടി ഇല്ലേ? ഉണ്ട്, മറ്റന്നാളാ. ഞാനും വരാം നിങ്ങളുടെ കൂടെ. പക്ഷെ പാർട്ടി 8 മണിക്കാ. ആ ടൈമിലല്ലേ നിന്റെ ലൈവ് ഷോ? ഓ, അത് ശരിയാണല്ലോ.
എന്നാ നിങ്ങൾക്ക് കൂട്ട് ബണ്ണിയോട് വരാൻ പറ. ബണ്ണി വരൂല. എൻ്റെ ഒരു കാര്യത്തിൽ ഇനി ഇടപെടാൻ വരില്ലെന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോ? ഇന്നലെ. ഞാൻ സംസാരിക്കാം. അതൊന്നും വേണ്ട, ഞങ്ങൾ പറയാം ഞങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. ബോഡി ഒന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു ബോഡി ഗാർഡിനെ വേണം. അത് ഞാൻ സെറ്റാക്കിക്കോളാം. അതൊന്നും വേണ്ട, നിന്റെ ബോഡി ഗാർഡ് ഞാനാ. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം. നിങ്ങളിൽ രണ്ടുപേർക്കും കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് അക്സയ്ക്കാണ്. എന്നാൽ അവൾക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയില്ല. ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന ശകുനോ ബുദ്ധിയേ ഇല്ല. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോണം. ഇടിയാക്സേ, ഇവന് നമ്മളെ തീരെ വിശ്വാസം ഇല്ല കേട്ടോ. അതെ, പ്രത്യേകിച്ച് നിന്നെ. പിന്നെ നിന്നോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, അവിടെ നിന്ന് ഒന്നും വാങ്ങി കഴിക്കാനോ കുടിക്കാനോ പോവരുത്. അറിയാല്ല ജെനിഫർ ഒക്കെ വരുന്നുണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം, എനിക്ക് നിങ്ങളെ രണ്ടിനെയും വിടാൻ താല്പര്യമില്ല. പിന്നെ ദൈവത്തെ ഓർത്ത് രണ്ടും കൂടെ അവിടെ പോയി അബദ്ധങ്ങളൊന്നും കാണിച്ചു കൂട്ടരുത്. ശരി ശരി ശരി. Hey bro, what's up? Yeah, fine. How about you? നമ്മക്കും പരമസുഖം. എന്താണ് വന്നത്? ഇവിടെ കുറച്ച് കാൽവിൻ ക്ലൈൻ്റെ നിക്കർ വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. കുറച്ച് വാങ്ങാൻ വന്നതാ. ഈ നമ്പർ ഒന്ന് ഹാക്ക് ചെയ്തതാ. ആരുടെ ഇത്? അപ്പം തിന്നാ പോരെ മോനെ, കുഴി എണ്ണണോ? എനിക്ക് കുഴി എണ്ണണം. പറ, ഇത് ആരുടെയാ? ഒരു വട്ട് പിടിച്ച സാധനത്തിൻ്റെയാ. പെണ്ണാണോ? അവൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അത് മുഴുവൻ ഈ ഫോണിൽ ഉണ്ടായിരിക്കണം. ഒരു എക്സാക്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ്. ഓക്കെ. ഓക്കെ ഡൺ. ഓക്കെ താങ്ക്സ്. നന്ദി മാത്രമേ ഉള്ളല്ലേ? പോലീസായി എന്നെ നീ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കുവോടാ? പന്നി പന്നി പട്ടി തേടി നിന്നെ പിന്നെ ഒറ്റയ്ക്കട്ടി. എന്ത് പറഞ്ഞാലും ദുഷു അവൻ ആരവരുടെ ഫ്രണ്ടല്ലേ, അല്ലാതെ ലവറൊന്നും അല്ലല്ലോ. ഇനി അങ്ങനെ വല്ലതും? ഹേ, ഇനി അങ്ങനെ വല്ലതും? No! Why do I care? Because I have feelings for her. What kind of feelings? Love. ചെറുക്ക, ആരാടാ പെണ്ണ്? അമ്മയോ? അല്ലടാ, നിന്റെ അച്ഛൻ. ചോദിച്ചു കേട്ടില്ലേ ആരാ പെണ്ണെന്ന്? അത് പിന്നെ ധന. കൊള്ളാം, ചക്കിക്കൊത്ത് ചങ്കരൻ, മരപ്പെട്ടി കീനാമ്പിച്ച് കൂട്ടൻ, വിക്രമനും വേതാളവും പോലെ, കുട്ടൂസിനും ഡാഗിനിയും പോലെ. അമ്മയുടെ പണ്ണിക്കുട്ട, പ്രേമിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കല്യാണത്തിന് മുന്നേ വയറ്റിലുണ്ടാക്കിക്കൊണ്ട് വന്ന രണ്ടിനെ ഇറക്കി വിടും ഞാൻ. അതിന് എനിക്ക് മാത്രമാണ് ഇഷ്ടം, അവൾക്കല്ല. അമ്മ അവിടം വരെയൊക്കെ ചിന്തിച്ചു കൂട്ടിയോ? അവള് നിന്നെ പ്രേമിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയുക, രണ്ടിനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ക്ലോസ് ആയി ഞാൻ കണ്ടാൽ ചെരുപ്പൂരി അടിക്കും ഞാൻ. സ്റ്റീഫൻ,
കണ്ടിട്ടാണ് ഞാൻ ഇയാളെ കാണാതെ പോയത്. ഹലോ ദുഷു. ഷേ, അങ്ങനെയാണെങ്കിൽ ജെനിഫറിനെ നമ്മൾ ആദ്യം നോട്ടം ഇട്ടാൽ മതിയായിരുന്നു. ഇത്രയും വളഞ്ഞ വഴിയിൽ കൂടെ പോകേണ്ടതില്ലായിരുന്നു. ശരിയാ, നമുക്കെന്നാ ഇനി ഇവളുടെ പുറകെ പോയാലോ? അവൾ എന്തായാലും ഇയാളെ കാണാൻ ഉറപ്പായിട്ട് പോകുമായിരിക്കുമല്ലോ. അതെ. ഗീതമ്മായി, ഇതെന്താ കൊച്ചെ പറയാതെയൊക്കെ വന്നേ? അതെന്റെ ചോദ്യം. അത് എനിക്കിവിടെ വന്നോടെ? എന്റെ സാധനമാ ഇത്. എന്റെ പൊന്നേ, ഞാനൊന്നും പറഞ്ഞില്ലേ. നീ എപ്പ വേണേലും ഇങ്ങോട്ട് വന്നോ. ഹിഹി, ബണ്ണിയില്ലേ ഇവിടെ? നീ നിധിയെ കാണാൻ വന്നല്ലേ? എന്റെ ചെക്കനെ കാണാൻ വന്നതാണോ? ആരെ കാണാൻ വന്നാലെന്താ, ഞാൻ വന്നില്ലേ? ഞാൻ എന്നാ ബണ്ണിയുടെ അടുത്ത് പോട്ടെ. അതിനവൻ വന്നില്ലല്ലോ. ബണ്ണി, ബണ്ണി, ഇവനെ നീ ഇവിടെ ഇല്ലേ? ബണ്ണി, പേടിച്ചു പോയല്ലോ ഞാൻ. നിനക്ക് പേടിയോ? അതെന്താ, എനിക്ക് പേടിച്ചൂടെ? എന്തിനാ എന്നെ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നേ? എന്നെ നിലത്ത് നിർത്ത്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ബണ്ണി എന്താ അങ്ങോട്ടേക്ക് വരാത്തെ? നീയല്ലേ പറഞ്ഞത് ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. തിരിച്ചു വരുമോ അങ്ങോട്ട്? ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച പിന്നെ അത് മാറ്റില്ല. അയ്യോ, അത് ഉറപ്പിക്കാൻ വരട്ടെ. ഉറപ്പിച്ചു പോയല്ലോ. കഷ്ടമുണ്ട്. ഞാൻ ഒരു പ്രായപൂർത്തിയായ പെണ്ണല്ലേ, എന്നെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ശരിയാണോ? ഈ പ്രായപൂർത്തിയായ വേണ്ടല്ലേ ഒരുത്തന്റെ കൂടെ കിടക്കാൻ. സോറി 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 സോറി. പോടാ. അങ്ങനെ അങ്ങ് പോയാലോ? ഐ എം സോറി തരാ. എന്റെ വായിൽ നിന്ന് അറിയാതെ വീണതാ. നീ അങ്ങനെ മനസ്സിൽ വിചാരിച്ചത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്കറിയാം നിന്നെ. നീ അങ്ങനെ ഒന്നും ചെയ്യില്ല. ബട്ട് യുവർ സേഫ്റ്റി ഈസ് ഇമ്പോർട്ടന്റ് ആണ്. എന്നാ നീ എന്റെ കൂടെ ഫ്ലാറ്റിലേക്ക് വരാമോ? അതില്ല. എന്നാ ഞാൻ ഇന്നിവിടെ കിടക്കും. പൂടി, എനിക്ക് പൂടി. അമ്മ കണ്ട രണ്ടിനെ ഓടിക്കും. എന്നാ നീ എന്റെ കൂടെ വാ. നോ മീൻസ് നോ. എന്നാ ഞാനും പോകില്ല. ഞാനൊരു പ്രായപൂർത്തിയായ പുരുഷനാണ്. ഞാനും ഒരു പ്രായപൂർത്തിയായ സ്ത്രീയാണ്. അത് തന്നെയാ ഇവിടുത്തെ പ്രശ്നവും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ബണ്ണിക്ക് മനസ്സിലാകാത്തത്. എന്റെ കൂടെ വന്ന പ്രശ്നം തീരില്ലേ? നീ എന്റെ കൂടെ കിടന്നാൽ നിന്റെ ഉണ്ണി വേറെ വീർക്കും. അയ്യോ, ഞാൻ കഴിച്ചില്ല. ഇതെന്തിന്റെ കുഞ്ഞാ? ഇവിടെ ശരിക്കും പൊട്ടിയാണോ? അതാ ഇനി ഇവിടെ പെണ്ണല്ലേ? എവിടെ പോയി? ചന്ദ്രേട്ടൻ ആരെയാ നോക്കുന്നത്? നീ ഇവിടെ ഉണ്ടായിരുന്നോ കുരുപ്പേ? കുറച്ചു നേരമായുള്ളൂ വന്നിട്ട്. ചേച്ചിയാണോ നോക്കുന്നേ? ആ അതെ. അവള് കോള് ചെയ്തോണ്ട് ഗാർഡന്റെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. കോള് ചെയ്ത് ഗാർഡന്റെ സൈഡിലേക്ക് പോയെന്നോ? ചിരിച്ചോണ്ടാണല്ലോ വർത്തമാനം പറയുന്നത്. ചതിച്ചോ കർത്താവേ? ഹേയ്, അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. നിധി, അമ്മ ഒരു മിനിറ്റ്, ചന്ദ്രേട്ടൻ വിളിക്കുന്നുണ്ട്. എന്താ? അയ്യോ, ഇങ്ങോട്ട് വരല്ലേ. അതെന്താ? ഞാൻ വരും. അയ്യോ അമ്മേ. ചന്ദ്രേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ വരല്ലെന്ന്. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തെന്നി കിടക്കുന്നത് കൊണ്ടാ വരല്ലെന്ന് പറഞ്ഞത്. എന്നെ ഒന്നും പിടിച്ച് എണീപ്പിക്കടി. പറഞ്ഞു കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നോ? അല്ല, ഇതെവിടുന്ന ബ്ലഡ്? തലകൊട്ടി എന്റെ ഇല്ല, കവിളിന്റെ ഭാഗം കുറച്ച് ഉറഞ്ഞിട്ടുണ്ട്. അയ്യോ ചന്ദ്രേട്ടാ, ഇതെന്നാ പറ്റി? ഗീതമ്മായി മിണ്ടാതിരിയടി, അമ്മ കണ്ട സീനാകും. എന്നാ വേഗം വിട്ടോ. മരുന്ന് വെക്കുന്നില്ലേ? ഇത് തന്നെ ഉണങ്ങിക്കോളൂ. വേഗം ഉണങ്ങാനാ മരുന്ന് വെക്കുന്നത്. എന്നാ നിനക്ക് വെച്ച് തന്നൂടെ?
ഞാൻ വെച്ച് തരണം. ഉം, നേരുന്നുണ്ടോ? ചെറുതായിട്ട്. നിധി, can I kiss you? എന്താ? ഒന്നുമില്ല. ആ, അയ്യോ, ഇപ്പൊ എന്നെ കുഴിയിലേക്ക് എടുക്കായിരുന്നു. ഇവിടെ കിടന്നുറങ്ങിയോ? തൽക്കാലം നീ ഗസ്റ്റ് റൂമിൽ കിടക്കും. ഞാൻ കമ്പനിയിൽ പോകുമോ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? എന്നും പോകുന്നതല്ലേ? എന്നാ ഞാൻ തിരിച്ചിങ്ങോട്ട് വരില്ല. ഉം, അതെന്താ? അതോ, സോറി നിധി. Get down, jump, dance, hands up when you hear that sound. നമ്മുടെ രണ്ട് കണ്ണും ആ ജെനിഫറിലായിരിക്കണം. യെസ്. എവിടെന്മാരെന്തിനാ എന്നെ നോക്കുന്നത്? Get down, jump, dance, hands up when you hear that sound. ഈ ഡ്രിങ്ക്സ് ആ രണ്ട് പെൺകുട്ടികൾക്ക് കൊടുത്തേക്കും. No thanks. എടുത്തു പറഞ്ഞത് നീ ഓർക്കുന്നില്ല ഇവിടെ നിന്നും കഴിക്കരുതെന്ന്? എനിക്ക് ദാഹിച്ചപ്പോ ഞാൻ കുടിച്ചതാ. അതിന് ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഞാൻ തരാം. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. റിയലി? യെസ്. Groove, get down, jump, dance, hands up when you hear that sound. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കാഴ്ചയൊക്കെ വന്നത് പോലെ. അയ്യോ, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഞാനിപ്പോ ചാകുവേ. രണ്ടുപേരെ എടുത്തു. നമുക്ക് ആ തനിയെ മാത്രം മതി. മറ്റേയാളെ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്ക്. Badri, they are in danger. Gaza, 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 na Gaza, na. Hala, 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 na hala, na. Na 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 na. Asma, I need your help. We be up in the club. Come on, get your head right. Ha! We be up in the club. All night. Ha! We be up in the club. Come on, get your head right. Ha! We be Christopher, up in sir, the club. please convey the police to the location I'm sending. പറഞ്ഞതുപോലെ ചെയ്യും. അവൾക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ തോന്നരുത്. Do it. மட்டும்தான் தனித்தனியை தேடுகின்றோம். என்னோடு காண்பதெல்லாம்
arrest them. Sir, wait. നീ ഇപ്പോൾ എൻ്റെ പെണ്ണിനോട് കാണിക്കാൻ നോക്കിയതിന് ഞാൻ എന്തെങ്കിലും തരണ്ടേ? ഇനി ധനയുടെയോ അവളുടെ ഫ്രണ്ട്സിൻ്റെയോ നേരെ നിന്റെ ഒരു വിരൽ പോലും അനങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ പിന്നെ ഞാൻ ജീവനോടെ വെക്കില്ല. എന്നെ കൊണ്ടുപോയിക്കോ. सर हम यहाँ आए थे जो कोई नहीं जाना चाहिए. യെസ്, അത് ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. നാം മനുഷ്യന്മാർ, ഇവൾക്കൊന്നും പറ്റില്ലല്ലോ. നോ, ഷീസ് ഓൾ റൈറ്റ്. ബോധമില്ല, അത് നാളെ ആകുമ്പോൾ ഓക്കെ ആയിക്കോളും. Cela mexicain a prouvé une réforme introduisant l'élection des juges malgré l'invasion des... എടാ മോനെ, ലൈവ് നിർത്ത്, ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. ജേർണലിസം പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ പാർട്ടിയിൽ നിന്ന് ഇല്ലീഗൽ ഡ്രഗ്സ് പോലീസ് കണ്ടെടുത്തു. അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, എന്റെ ശംഖവും അക്സയും. ഹലോ ബദ്രി, ഐ നീഡ് യുവർ ഹെൽപ്പ്. അക്സയും ധനയും. ഹേയ്, അവൾക്കൊരു കുഴപ്പമില്ല. ധന എൻ്റെ കൂടെയുണ്ട്. അക്സ അവളുടെ വീട്ടിലും ഉണ്ട്. നീ ടെൻഷൻ ആക്കാതെ പോയി ന്യൂസ് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടും മാം. താങ്ക്സ് എ ലോട്ട്. ഒരു നിമിഷത്തേക്ക് എന്റെ ജീവൻ അങ്ങ് പോയി. എന്തൊരു നോട്ടം. ഇപ്പൊ ഞാൻ കണ്ടോന്ന് പറഞ്ഞ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നുമില്ല. എല്ലാം ചെയ്തു വെച്ചിട്ടൊന്നും അറിയാത്തതുപോലെ കിടക്കുന്നത് കണ്ടില്ലേ? പിന്നെ ഞാൻ എന്താ പെണ്ണെ ചെയ്യേണ്ടത്?